ഡയറി ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് കുറച്ച് നേരത്തെ മൺസൂൺ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്, കാലവർഷം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ജൂൺ മാസം തുടങ്ങിക്കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ സാധാരണ മഴ പെയ്ത് തുടങ്ങുന്നത്. എന്നാൽ വളരെ നേരത്തെ ആയിപ്പോയി. അതിൻ്റെ ഒരു പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. ക്ഷീരകർഷകരും ഇതിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം ഈ ദിവസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത് എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ആ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അസുഖം വരാതിരിക്കാൻ സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായിട്ട് നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, പുറത്ത് ഇറക്കി കെട്ടുന്ന കന്നുകാലികളെ നനയ്ക്കരുത് എന്ന് പറഞ്ഞാൽ, ഒരു മഴ ചെറുതായിട്ട് നനഞ്ഞുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് മഴ നനഞ്ഞാൽ, ഇപ്പോഴത്തെ മഴ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശക്തമായ മഴത്തുള്ളികളാണ് പെയ്യുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് വെള്ളം പൊങ്ങുന്ന നിലയിലുള്ള മഴയാണ് പെയ്യുന്നത്. അപ്പോൾ അത് തുടർമാനമായിട്ട് ഒരു ദിവസം മുഴുവൻ, പകൽ മുഴുവൻ നിന്ന് പുറത്ത് നിന്ന് നനഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ പശുക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കന്നുകാലികൾക്ക് പനി പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പിന്നെ കഫക്കെട്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടിലേക്കൊക്കെ മാറിയേക്കാം, ഇൻഫെക്ഷൻ ആയേക്കാം. അതുകൊണ്ട് തുടർമാനമായിട്ട് നനയാതെ സൂക്ഷിക്കുക, അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ കൂട്ടിൽ നിൽക്കുന്ന കന്നുകാലികളാണെങ്കിലും, നമുക്കറിയാം പശുവിൻ്റെ കൂട്ടിൽ ധാരാളം വായു സഞ്ചാരമാണ് ആവശ്യം. അതുകൊണ്ട് മാക്സിമം നമ്മൾ തുറന്നിടാറാണ് പറയുന്നത്. പക്ഷേ ഇതുപോലെ ശക്തമായ മഴ പെയ്ത് അതുപോലെ കാറ്റ്, ഈ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായ കാറ്റും അടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടിക്കുമ്പം ഈ മഴത്തുള്ളിയും എറിച്ചിലും അതൊക്കെ കൂട്ടിലേക്ക് കണ്ടമാനം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ചെറിയ മറകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. ഈ ഭാഗത്ത് നിന്ന് നല്ല കാറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ആര്യയുടെ ദേഹത്ത് വീഴും. അതുപോലെ ഈ കൂട്ടിനകത്തേക്കും കുറച്ചൊക്കെ തെറിക്കാറുണ്ട്. എറിച്ചിൽ എന്ന് നമ്മൾ പറയും. അത് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒന്ന് വീഴുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ തുടർച്ചയായിട്ട് അങ്ങനെ വീഴുന്നത് ഈ സീസണിൽ നല്ലതല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പഴയ കർട്ടനാണ് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിന് പകരം ഈ ഗ്രീൻ നെറ്റോ, ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പിന്നെ നമ്മുടെ കാലിത്തീറ്റയുടെ ചാക്ക് അഴിച്ചിട്ട് അത് കെട്ടിയാലും മതി. അത് കുറച്ച് കഴിയുമ്പോൾ മാറ്റിക്കളയുകയും ചെയ്യാം. അപ്പോൾ എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനം, അത് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഈ കാര്യം ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളിപ്പം കർട്ടൻ മാറ്റിയത് കൊണ്ട് ആ പഴയ കർട്ടൻ എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അത് PVC-യുടെയാണ് സാധനം, അതുകൊണ്ട് അത് പോകത്തില്ല. മാത്രമല്ല നല്ല ഫലപ്രദമായിട്ട് ഈ എറിച്ചിലടി തടയാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ പലരും ഈ കുഞ്ഞ് കിടാക്കളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അവരെയൊക്കെ ഒരുപക്ഷെ നമ്മുടെ പ്രധാന കൂട്ടിൽ ഇടയില്ലെങ്കിൽ വരാന്തയിലൊക്കെ ആയിരിക്കും പലപ്പോഴും കെട്ടിയിരിക്കുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിൽ അവരെ നനയാതെ, പ്രത്യേകിച്ച് തണുപ്പടിക്കാതെ സൂക്ഷിക്കുക. അതായത് ജനിച്ചിട്ട് അധികം ദിവസം ആകാത്ത കുഞ്ഞ് കിടാക്കളെ അവരെ തീരെ ഇങ്ങനെ തണുപ്പടിക്കാതെ സൂക്ഷിക്കണം. നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് കിടത്തണം. അതുപോലെ തന്നെ അവർക്ക് ഇതുപോലെ എറിച്ചിലടിച്ച് പനിയോ അങ്ങനെയുള്ള അസുഖങ്ങൾ വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈച്ചകളുടെയും പരാതങ്ങളുടെയും നിയന്ത്രണമാണ്. മഴക്കാലത്ത് ഈച്ചശല്യം വളരെ കൂടുതലാണ്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിന് ഈച്ചകളെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂട്ടിൽ ഈ ഫ്ലൂമെത്രിൻ പോലെയുള്ള കമ്പോണൻ്റുള്ള ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്ന സാധനങ്ങൾ ഉപയോഗിക്കാം. ഇതൊക്കെ ചെയ്ത് ഈച്ചശല്യം ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഈ സീസണിലെ ഏറ്റവും വലിയ ശല്യം ഈ കുഞ്ഞ് നമ്മുടെ കണ്ണിൽ പെടാത്ത കൊതുക്, മിന്തെന്നാണ് ഇവിടെ പറയുന്നത്. ആ മിന്തും അതുപോലെ കൊതുകുമാണ്. ഈ ഈച്ച വരുന്നതുകൊണ്ട് ഇവർക്ക് ഇതിനെ തുരത്താനായിട്ട് പറ്റത്തില്ല, വലിയ കാര്യമായ പ്രയോജനമില്ല. അപ്പോൾ അതിന് നമ്മൾ സേഫായിട്ട് പുകയിടുവോ അങ്ങനത്തെ പരിപാടികൾ ചെയ്യണം. വേറൊരു കാര്യം ചെയ്യാവുന്നത്, ഏറ്റവും കൂടുതൽ ഈ പശുക്കളുടെ കൈകളിലും കാലുകളിലുമാണ് ഈ കൊതുകും ഇങ്ങനത്തെ ചെറിയ പ്രാണികളും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ നമ്മൾ ഇതിൻ്റെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു മരുന്നും കാലിലേക്കും കൈയിലേക്കും അങ്ങോട്ട് എഫക്റ്റീവായിട്ട് എത്തത്തില്ല. അപ്പോൾ അതിന് വേപ്പെണ്ണയോ അല്ലെങ്കിൽ പൂവത്തെണ്ണയോ പോലുള്ള സാധനങ്ങൾ മേടിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഒരു കയ്യിൽ അല്പം എടുത്തിട്ട് നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇവരുടെ കാലിലും കയ്യിലും പുരട്ടി കൊടുക്കുക. വാലിലും പുരട്ടാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ ആ ഭാഗത്ത് ഈച്ച വന്ന് ഇരിക്കാതെ നമുക്ക് ഒഴിവാക്കാം. ഏറ്റവും നല്ലത് പൂവത്തെണ്ണയാണ്, കാരണം അതിന് ചൂടില്ല. വേപ്പെണ്ണയ്ക്ക് ചൂടാണ്, അത് ഉപയോഗിക്കുന്നതിനേക്കാളും സേഫ് പൂവത്തെണ്ണയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ പുക ഇടുക, അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കൂട്ടിൽ ഇങ്ങനത്തെ ചെറു പ്രാണികളുടെ ശല്യം ഒഴിവാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഈ തൊഴുത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ചാണകം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലർക്കൊക്കെ ഈ തൊഴുത്തിനോട് ചേർന്ന് തന്നെ ആയിരിക്കും ചാണകത്തിൻ്റെ കുഴി.
അല്ലെങ്കിൽ ചിലർ കുറച്ച് ദൂരെ മാറ്റി ആയിരിക്കും ഇട്ടിരിക്കുന്നത്. എവിടെയാണ് ഈ ചാണകം സംഭരിക്കുന്നതെന്ന് വെച്ചാൽ അത് നനയാതെ വെക്കുക എന്നുള്ളതാണ്. കാരണം ഇതിലേക്ക് മഴവെള്ളം വീണാൽ ഒന്നാമത് ഭയങ്കര മണമായിരിക്കും, രണ്ട് ഈ ഭാഗത്തു നിന്ന് ഈച്ചശല്യം ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ തൊഴുത്തിൻ്റെ പരിസരം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ ചാണകം ഏറ്റവും നല്ല രീതിയിൽ നനയാതെ സൂക്ഷിച്ചു വയ്ക്കുക. മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടിൻ്റെ ചുറ്റുപാട് നമുക്ക് ബ്ലീച്ചിങ് പൗഡറോ അല്ലെങ്കിൽ കുമ്മായോ പോലുള്ള സാധനങ്ങൾ വിതറി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും ഈച്ചകളുടെ ശല്യം ഒരു പരിധിവരെ കുറയ്ക്കും. കൂട് ഇടയ്ക്കിടയ്ക്ക് കുമ്മായമോ ബ്ലീച്ചിങ് പൗഡറോ ഉപയോഗിച്ച് കഴുകുന്നതും ഇത് വൃത്തിയായി ഇരിക്കുന്നതിനും അണുനശീകരണത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മഴക്കാലത്ത് കാലിത്തീറ്റ എങ്ങനെ നമ്മൾ സേഫായിട്ട് കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഏറ്റവും സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം എന്ന് പറയുന്നത് പൂപ്പൽ ബാധയാണ്. ഒന്ന്, നമ്മൾ ഈ വാങ്ങിക്കുന്ന സാധനം ഏറ്റവും നല്ല ചിലവുള്ള കടയിൽ നിന്ന് മാത്രം വാങ്ങിക്കുക. കാരണം പലതിൻ്റെയും എക്സ്പയറി ഡേറ്റ് തീർന്നിട്ട് അല്ലെ അനുവദിക്കപ്പെട്ട കാലാവധി കഴിഞ്ഞ ശേഷമൊക്കെ ഇങ്ങനത്തെ ധാന്യപ്പൊടികളും അല്ലെ അങ്ങനെ കാലിത്തീറ്റകളൊക്കെ സൂക്ഷിച്ച് കടക്കാർ വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വരുന്ന വഴിക്ക് തന്നെ ചിലപ്പോൾ ചെറിയ രീതിയിൽ തണുപ്പടിക്കാം അല്ലെ നനയാം, 2 വീലറിലൊക്കെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ. ഇനി വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടും ഇത് സേഫായിട്ട് സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ നമ്മൾ പശുവിന് കൊടുക്കുമ്പോൾ, നമ്മുടെ മൃഗങ്ങൾക്ക് ഇത് കൊടുക്കുമ്പോൾ അവർക്ക് പൂപ്പൽ ബാധ ഉണ്ടാകാം. അത് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. മാത്രമല്ല ഒരു പക്ഷെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മൃഗങ്ങൾ നഷ്ടപ്പെടാൻ വരെയുള്ള സാധ്യത അതിൽ നിന്നുണ്ട്. പ്രത്യേകിച്ച് പരുത്തിപ്പിണ്ണാക്ക്, അതുപോലെ സൈലേജ്, ഇതൊക്കെ കൊടുക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ധാന്യപ്പൊടി. കാരണം ഈ പറയുന്ന സാധനങ്ങളിൽ നമുക്ക് പൂപ്പൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കണ്ടാൽ അത് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക, നല്ല സേഫായിട്ട് അത് ഹാൻഡിൽ ചെയ്യുക. പൂപ്പലുണ്ടെങ്കിൽ ദയവായിട്ട് അത് ചൂടാക്കിയും ഉണക്കിയും ഒന്നും അതിൻ്റെ പൂപ്പൽ കളയാൻ നിൽക്കരുത്. അതെടുത്ത് കളയുക, ആ നഷ്ടം നോക്കണ്ട. ആ സാധനം കളഞ്ഞിട്ട് നല്ല സാധനം വാങ്ങിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിവിധി. ഇവിടെ ഞാൻ ചെയ്യുന്നത് നമ്മൾ ഡ്രമ്മിനകത്ത് അത് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ നല്ല കണ്ടെയ്നറിൽ, നല്ല അടച്ചുറപ്പുള്ള കണ്ടെയ്നറിൽ ഈ സാധനങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സേഫായിട്ട് ഇത് സൂക്ഷിക്കാവുന്നതാണ്. പിണ്ണാക്കോ അല്ലെ കാലിത്തീറ്റയൊക്കെ ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് കൊടുക്കാവുന്നതാണ്. കാലിത്തീറ്റ പോലെ തന്നെ കന്നുകാലികളുടെ പരിഷാഹാരത്തിൻ്റെ കാര്യത്തിലും മഴക്കാലത്ത് വലിയ ശ്രദ്ധ വേണം. മഴക്കാലത്ത് ഇഷ്ടംപോലെ പുല്ലും അങ്ങനെയുള്ള ഇലകളൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ധാരാളം കൊടുക്കാൻ പറ്റും. അത് കൊടുക്കണം. പക്ഷേ ഇതിലൊക്കെ വാട്ടർ കണ്ടൻറ്റ് ധാരാളമായിട്ടുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കറവ പശുക്കൾക്ക് കുറച്ച് ഡ്രൈ ഫോഡർ കൊടുക്കുന്ന കാര്യം മറക്കരുത്. നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാവുന്നത് പൂപ്പലില്ലാത്ത വൈക്കോലാണ്. അത് നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ റോളുകളായിട്ട് ഇപ്പോൾ കിട്ടുമല്ലോ, ആ വൈക്കോൽ ഒരു 2 കിലോ എങ്കിലും ഡെയിലി വൈകുന്നേരം കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ദഹനം നല്ല രീതിയിൽ നടക്കും. മാത്രമല്ല അമിതമായിട്ട് പുല്ലിൽ വെള്ളമുള്ള പുല്ലും അതുപോലെ കളകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്നുന്നത് കൊണ്ട് ഒരുപക്ഷെ പാലിൻ്റെ കൊഴുപ്പ് കുറഞ്ഞേക്കാം. അത് പരിഹരിക്കാനും കുറച്ച് വൈക്കോല് നല്ലതാണ്. ചാണകമാണെങ്കിലും നല്ല കണ്ടീഷനിൽ പോകാനായിട്ട് വൈക്കോല് കുറച്ച് കൊടുക്കുന്നത് നല്ലതാണ്. മഴക്കാലത്ത് തീർച്ചയായിട്ടും ഡ്രൈ ഫോഡർ ഒഴിവാക്കരുത്. മാത്രമല്ല വേനൽക്കാലത്തേക്കാളും കൂടുതൽ പരിഷാഹാരം മഴക്കാലത്ത് കൊടുക്കണം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്കാണെങ്കിലും മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല തണുപ്പുള്ളപ്പോൾ നല്ല വിശപ്പാണ്. അവർക്കും അതുപോലെ തന്നെയാണ്. ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂടുതൽ അതിന് വേണ്ടിയിട്ട് മെറ്റബോളിക് റേറ്റ്, അപചയ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് നടക്കും. അതുകൊണ്ട് വിശപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ട് കുറച്ച് മഴയാണ്, പുല്ല് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തീറ്റ കൊടുക്കാതിരിക്കരുത്. എന്തെങ്കിലും തീറ്റ, വൈക്കോലോ അല്ലെങ്കിൽ പുല്ലോ ഇനിയും പൈനാപ്പിളിൻ്റെ ലീഫോ എന്തായാലും നല്ലതുപോലെ ആവശ്യം പോലെ കൊടുക്കുക. അതുപോലെ മഴയായതുകൊണ്ട് വെള്ളം കുടിക്കില്ല എന്നും വിചാരിക്കരുത്. കുടിക്കാൻ ധാരാളം വെള്ളവും കൊടുക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു മിനറൽ മിക്സറും അവർക്ക് കൊടുക്കണം. പെട്ടെന്നുള്ള കാലാവസ്ഥ വ്യതിയാനം പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ കന്നുകാലികൾക്ക് വരാൻ കാരണമായേക്കാം. പ്രത്യേകിച്ച് ഇപ്പം 2 ദിവസം മുമ്പ് വരെ നല്ല വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം അന്തരീക്ഷം നന്നായിട്ട് തണുത്തു, ത്രൂ ഔട്ട് മഴയാണ്. അകിടുവീക്കം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അസുഖങ്ങൾ വരാതെ നമ്മൾ വളരെയധികം നിരീക്ഷിക്കണം. പ്രതിരോധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അണുനാശിനി അതുപോലെയുള്ള സംഗതികൾ കൂട്ടിലൊക്കെ തളിച്ച് അതുപോലെ പരിസരത്തുമൊക്കെ ഉപയോഗിച്ച് പരമാവധി വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാലാവസ്ഥ മാറ്റം
മുഖാന്തരം ഉണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഈ വരുന്ന മഴക്കാലം ഒരു പ്രശ്നമാകാതെ സൂക്ഷിക്കാനായിട്ട് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടാൻ തക്കവിധം ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. പ്രയോജനപ്രദമായ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.